ഹായ് ഹലോ അങ്ങനെ ആദ്യമൊക്കെ കണ്ട് അനിയൻ്റെ ഫ്രണ്ടിൻ്റെ ക്വാർട്ടേഴ്സിൽ സ്റ്റേ ഒക്കെ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഫ്രഷായി നമ്മുടെ നാട്ടിലേക്ക് പോകാനുള്ള പുറപ്പാടിലേക്കാട്ടോ. അപ്പോൾ പോകുന്ന പോക്കിൽ പറ്റുവാണെങ്കിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്കൊന്ന് പോകാമല്ലോ എന്നൊരു പ്ലാനിങ് ഒക്കെ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ കോയമ്പത്തൂർ വിട്ട് കേരളത്തിലെത്തിയപ്പോൾ ഉള്ള മഴയുടെ ശക്തിയും അതുപോലെ തന്നെ അന്ന് ഒട്ടുമിക്ക ജില്ലകളിലും റെഡ് അലേർട്ട് ആയതുകൊണ്ട് നമ്മൾ വടക്കുന്നാഥ പോകുന്ന ആ ഒരു പ്ലാനിങ് അങ്ങ് ഡ്രോപ്പ് ചെയ്ത് കേട്ടോ. പിന്നെ മഴ ചോർന്നൊരു സമയം നോക്കി അവിടെയുള്ള ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്യുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തത് അടിപൊളി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. പൊറോട്ട, അപ്പം, ഫിഷ് കറി, ബീഫ്, അതുപോലെ തന്നെ വെജിറ്റബിൾ കുറുമയൊക്കെ ആയിട്ട് അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടുത്തെ കറികളും അതുപോലെ തന്നെ ഐറ്റംസും ഒക്കെ ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇനി കോഴിക്കോട് എവിടെയെങ്കിലും നമ്മൾ ഫുഡിന് ഡ്രോപ്പ് ചെയ്തുള്ളൂ, അതുകൊണ്ട് എല്ലാവരും നല്ല രീതിക്ക് തന്നെ കഴിച്ചു എന്നും പറഞ്ഞതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫുഡൊക്കെ കഴിച്ച് കാറിലങ്ങ് കയറി. അതെ, പകുതി ആൾക്കാർ അങ്ങ് ഉറക്കവും തുടങ്ങിയായിരുന്നു കേട്ടോ. പുറത്താണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല ശക്തിയായിട്ട് തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഫ്രണ്ടൊന്നും കാണുന്നതിനിടായിരുന്നില്ല, കാരണം അത്രയും നല്ല ശക്തിയായിട്ട് തന്നെയായിരുന്നു മഴ പെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മളെന്നാൽ ഉച്ചയ്ക്ക് നമുക്ക് പാരങ്ങളിൽ പോയിട്ട് ബിരിയാണി കഴിക്കാമെന്നുള്ളൊരു പ്ലാനിങ് അങ്ങോട്ട്. കാരണം പാരങ്ങളിലെ ബിരിയാണി ഫേമസ് ആണ്, കേട്ടിട്ടുണ്ട്, ഇതുവരെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു 3 മണിയാകുമ്പോഴേക്കും നമ്മളവിടെ എത്തിയായിരുന്നു. എത്തിയപ്പോൾ തന്നെ നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളത് വെയിറ്റിംഗ് ലിസ്റ്റിൽ പേരൊക്കെ ഇട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് ഉള്ളിൽ കയറാനുള്ള ഒരു ടൈം ആയത്. അങ്ങനെ നമ്മൾ ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ 65, ഫ്രൈഡ് റൈസൊക്കെ ഓർഡർ ചെയ്തു. പക്ഷേ എന്താണെന്നറിയത്തില്ല, ഇനി അന്ന് വന്ന ഫോൾട്ടാണോ എന്താണെന്നറിയത്തില്ല, നമ്മുടെ തലശ്ശേരി ബിരിയാണീൻ്റെ അത്രയൊന്നും ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുത്തെ ഫുഡും കഴിച്ച് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ 3 ദിവസത്തെ ഒരു യാത്രാവിശേഷങ്ങളൊക്കെ കേട്ടോ. ടാറ്റാ.